ഇല്ലടാ. എന്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല. അത് പണ്ടത്തെ ഇല്ലടാ. ഓ അതിവിടെ ഉണ്ട്. പാട്ടൊക്കെ പാടി അങ്ങനെ സന്തോഷായിട്ട് നടക്കണം. ഒരു രക്ഷയില്ല. എന്നെ കൊന്നിട്ടേ പോവുള്ളൂ. അമ്മ എന്തേ? എന്ത് പണി? അത് ഇവിടെ നമ്മുടെ കുഞ്ഞു വെച്ചേ. അതെ ഞാൻ കൊടുക്കാം. ഭയങ്കര സന്തോഷത്തിലാ. അതെ അതെ അതെ. കനകൻ എന്റെ നാക്ക് ചൊറിയണം. മര്യാദ സ്നേഹത്തോടെ സംസാരിച്ച തിരിച്ച് സംസാരിക്കാനൂടെ. നീ എന്നെ ഉപദേശിക്കണ്ട. ഓ പിന്നെ 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 ഓ മനുഷ്യന് ഒരു സ്ഥലത്ത് സ്വസ്ഥത തരല്ലോ കേട്ടോ. നിന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വെച്ചനെ പോടാം. നിനക്ക് എന്തിന്റെ കുഴപ്പടി? ചുമ്മാ അവന്റെ വായിരിക്കണ കേൾപ്പിക്കാൻ എന്തിനും വിളിച്ചല്ലേ തന്നത്? അവള് തീറി പറയണ ഒരു ലൈസൻസും ഇല്ലാതെ. അവനാണ് ടംഗ്ലീരെ വാങ്ങിച്ചോട്ടെ നാക്ക് ചൊറിയണമെങ്കിൽ. അവള് വിളിച്ചു ഞാൻ അല്ലേ? അവൻ എന്നെ ഉദ്ദേശിക്കാൻ അവൻ ആരാടി? ഓ മോല്യ അവൻ പറയണേൽ എന്താ തെറ്റ്? എന്താണ് എന്ത് കാര്യം അന്വേഷിക്കണ്ട ഇവിടെ ക്ലീറ്റോ? ഞാനേ അവന്റെ ഇപ്പൊ ഒരു ശല്യം ചെയ്ത് ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കല്ലേ? നിങ്ങൾക്ക് അല്ലെങ്കിൽ എപ്പോഴാ സ്വസ്ഥത കുറവ്? അല്ല നിനക്കിവിടെ എന്താ കുറവ്? പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ എനിക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ട് തരികയാണല്ലോ. എന്തെങ്കിലും ആ മനുഷ്യന്റെ വായിക്കുന്ന കേൾക്കാതെ നേരം എടുത്തിട്ടുണ്ട് ഇവിടെ. ആ പട്ടി ഇങ്ങനെ കുറച്ചുകൊണ്ടേ ഇരിക്കും. നമ്മൾ അതിനെ പറഞ്ഞു. നിങ്ങൾക്ക് നാണോ മാനോ ഇല്ല. ഞാൻ അങ്ങനെ ജീവിച്ചിട്ടില്ല ക്ലീറ്റോ. ഇങ്ങോട്ട് വരുമ്പോഴേ നിങ്ങൾ നന്നാവുമെന്ന് വിചാരിച്ചു. ഇപ്പൊ പണ്ടത്തേക്കാണ് കഷ്ടായി. എന്താടി ഞാൻ ഇവിടെ ഇരിക്കണാണല്ലോ പ്രശ്നമല്ല. ഇനി എന്ത് അതും പറഞ്ഞിട്ട് അങ്ങോട്ട് തടി തപ്പാലോ. ഇനി എന്റെ വായിരിക്കണ കേൾക്കാൻ വേണ്ട, ഒന്നും വേണ്ട. അല്ല വായിരിക്കണല്ലോ. ഇതിപ്പോ നിന്റെ വായിരിക്കണത് മാത്രമല്ല വല്ലവന്റെയും തെറിയും കൂടെ കേൾപ്പിക്കല്ലേ വിളിച്ച്. എന്തിനാ എന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കാൻ പോയത്? ഇല്ലടി തന്നത് ഫോൺ. ആ തന്നെങ്കിൽ കണക്കായി ഒരാളടി പോവാ. മര്യാദക്ക് തിരുവനന്തപുരത്ത് നിന്നാ ഞാൻ. ഇങ്ങോട്ട് വരണില്ല 100 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ അവക്ക് പാലായിലൂടെ ഇവിടെ സാമ്രാജ്യം ഉണ്ട്. അവിടെ അന്ന് കഴിഞ്ഞപ്പോ ഇനിയിപ്പോ അവക്ക് തിരുവനന്തപുരത്ത് പോകണം. അങ്ങനെ ഒരു സമാധാനവും തരാതെ കുറെ എണ്ണം ഒക്കെ ഇവിടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാന്ന് പറഞ്ഞു വന്നതാ. കളിക്കണമെങ്കിൽ മര്യാദക്ക് കളിക്കണം. വഴക്ക് കൂടരുത്. ഉള്ള കാര്യം പറഞ്ഞേക്കാം. അല്ലെങ്കിൽ നല്ല അടി പഠിക്കാം കേട്ടാ. കഷ്ടമാണ് ഇവിടെ ജീവിക്കണത്. കുറെ എണ്ണം ആണുങ്ങളെ സ്വസ്ഥത കെടുത്താനായിട്ടാ കുറെ എണ്ണം ഇറങ്ങിയിട്ടുള്ള പെണ്ണുങ്ങൾ. ഞങ്ങളൊരു ചെറിയ പരിപാടി ഇവന്റെ നിറയാൻ്റെ ഒരു പരിപാടി ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാലേ ഞാൻ ഇന്നലെയും കൂടെ വിചാരിച്ചേ തിരുവനന്തപുരത്തോട്ട് വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണണം. ഇരിക്കും. അപ്പൊ അതിന് പിന്നെ നിങ്ങളിങ്ങ് എത്തിയല്ലോ. എടാ എന്നാലും ഒരു വാക്ക് വിളിച്ച് പറയണ്ടേ? എന്റെ നമ്പർ ഉള്ളതല്ലേ കയ്യില്. തങ്ക വാങ്ങി വാ. ഇവിടെ ആരാ വന്നേക്കണ നോക്കിയാ വാ. അവിടെ ഞെട്ടു ഇപ്പൊ. ഇതാണ് എന്റെ ഒരേ ഒരു പെങ്ങൾ. എടി ഇത് എന്റെ സുഹൃത്തുക്കളാ. നടരാജൻ, ഇത് അൻസാറ്. ഞങ്ങളെ അവിടെ ചെറിയ ബിസിനസ് പാർട്ട്നേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നടരാജു എന്തെങ്കിലും തോന്നേ? എങ്ങനെ വീട് കണ്ടുപിടിച്ചു? അറിയാം. വീട് കണ്ടുപിടിക്കാനാണോ പാട്? അല്ല നിന്റെ പോലീസ് അളിയനെ രാവിലെ സ്റ്റേഷൻ തുറക്കണ പോലെ അളിയനെ അതിന്റെ മെയിൻ ആളി താക്കോലൊക്കെ അളിയന്റെ മുഴുവൻ ചുമതലയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങോട്ടായിട്ട് വന്നാണോ അതോ വേറെ എന്തെങ്കിലും? വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതാ. ചായ എടുക്കാൻ നിങ്ങള് ഫുഡ് കഴിച്ചു. വെള്ളം മാത്രം മതി. കഴിച്ചില്ല അല്ലേ? ചായ എടുക്കാം. ചുമ്മാ രക്ഷയില്ല കേട്ടാ.
അതെ ഞങ്ങൾ ഈ പാർട്ടി മീറ്റിങ്ങിന് പോയി മറ്റേ വട അടിച്ചടിച്ചടിച്ച് പാർട്ടി മീറ്റിങ്ങിന് പറഞ്ഞ എന്തിനാണ് ബിസ്ക്കറ്റ് ചായ തിന്നാൻ അല്ലേ? പിന്നെ പാർട്ടി കാര്യങ്ങളൊക്കെ എങ്ങനെ പോണം? നമ്മളെ ഉള്ളത് കൊണ്ട് എനിക്ക് ഇച്ചിരി സമാധാനമുണ്ട്. ഇല്ല, അളിയില്ലാത്തതിന്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് അറിഞ്ഞു അതിനെ പറ്റി. കുഴപ്പമില്ല ഇവരൊക്കെ ഒന്ന് കേറി വരട്ടെ. എപ്പോഴും നമ്മളവിടെ നിന്ന് കഴിഞ്ഞാല് പറഞ്ഞ മാതിരി പിന്നെ അത് പോട്ട് എന്ത് വരവിന്റെ ഉദ്ദേശം? അല്ലേ, അതെ, ഇവന് ഈ പാലയിൽ ഒരുത്തർ 25,000 രൂപ കൊടുക്കാണ്ട്. പാലായിൽ ആര് നിനക്ക് പൈസ തരാനുള്ള? ഗോപി ഏത് ഗോപി? മറ്റേ അലൂമിനിയം ഗോപി ഇല്ലേ? അത് പൂജപ്പുരയുള്ള ഗോപി. പിന്നെ പാലായുള്ള അല്ല. അവൻ ഇങ്ങനെ ഇവിടെ വന്ന് അവ അവിടുന്ന് മുങ്ങിയെന്ന്. അല്ല നിനക്ക് ആ പൈസ ഇതുവരെ കിട്ടിയില്ലേ? ഇല്ല, കിട്ടിയില്ല. വർഷം കുറെ ആയില്ലേ? അല്ല ഒരിടയ്ക്ക് ഇവൻ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും കൂടെ ഒന്ന് വാങ്ങിച്ചിരാൻ പറയണേ. അത് വേണ്ട, അതിന് കളഞ്ഞൊക്കെ അത് ഇവ എഴുതി തള്ളിയിട്ടിരുന്ന കേസാണ്. ഇപ്പൊ ഓടിക്കൊണ്ടെങ്കിൽ വന്നതിന് അതിപ്പോ അവനൊരു ലോട്ടറി അടിച്ചായിട്ട് ഒരു വിവരം കിട്ടി. അവനൊരു കുറച്ച് പൈസ വന്നിട്ടുണ്ട്. നമ്മള് ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഇപ്പൊ ഇവിടെ ഉണ്ട്. എവിടെ? ഇവിടെ പറഞ്ഞെങ്ങാനത്ത്. എന്ത് പറഞ്ഞെങ്ങാനം? പറഞ്ഞെങ്ങാനം അളിയാ. നടരായ പാലക്കാട് കേക്കല്ലേ ഭരണങ്ങാനത്തിന്റെ വിശേഷമൊക്കെ അറിയാമോ? എന്തിന്? അപ്പൊ ഭരണങ്ങാനത്ത് ഉണ്ട്. അല്ലല്ല, അത് ഞാൻ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് അളിയാ. എങ്ങനെ? ഞാൻ അത് അവിടെ നിന്നെല്ലാം വിളിച്ച് ഏർപ്പാട് ചെയ്തിട്ടാ വന്നേക്കുന്നത്. അൻസാറേ അല്ലല്ല നടരായ എങ്ങനെയാണ് വ്യവസ്ഥ? ഈ പൈസ അൻസാറ് വാങ്ങിച്ചെന്നാ നീ അവൻ എന്താ കൊടുക്കാന്ന് പറഞ്ഞു? അളിയാ, ഇപ്പൊ ഒരു 5,000 രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തരൂല്ലേ? തന്നേ പറ്റൂ. അപ്പൊ അളിയനും കൂടെ വരണമെന്ന്. ഞാനും പറഞ്ഞു. പിന്നെ അതല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ പിന്നെ അതെങ്ങനെ ചെലവ് കൂടൂലേ അൻസാറേ? എങ്ങനെ ചെലവ് കൂടാ? അല്ല ഞാനും കൂടെ വന്ന് അത് വാങ്ങാൻ പറഞ്ഞെങ്കിൽ നടരാജ ഒരു 10,000 രൂപ മാറ്റി വെക്കണം. അല്ല പിന്നെ ചുമ്മാ ഈ തുപ്ര കേസിനൊന്നും ഞാൻ വരൂല. അത് ഇവ എന്തെങ്കിലും സഹായിക്കുമെന്ന് നിനക്ക് തരുമോ? അങ്ങനെ എന്തെങ്കിലും സഹായിക്കണ്ട. നിനക്ക് ആവശ്യമുള്ള ചോദ്യം. എനിക്കിപ്പം പിന്നെ നിന്റെ ഔദാര്യമായിട്ടൊന്നും വേണ്ട. എനിക്ക് കടമായിട്ട് ഒരു 10 രൂപ നീ തന്നാ മതി. ഞാൻ റബ്ബർ സ്ലാട്ടറിന് ഇതെല്ലാം ചെയ്ത് വെക്കുക. അത് അടുത്ത ആഴ്ച അവന്മാർ മുറിക്കാൻ വരും. അപ്പോഴേക്കും നിനക്ക് തിരിച്ചു തരാം. ബുദ്ധിമുട്ടുണ്ടോ? കൂട്, ധൈര്യമായിട്ട് കൂട്. അവന്റെ സെറ്റപ്പ് ഒക്കെ കണ്ടില്ലേ? അവൻ വലിയ സെറ്റപ്പിലാണ്. ഇവിടുത്തെ റബ്ബറിന്റെ ഇല വാരി വിറ്റ പൈസ കിട്ടും ലക്ഷങ്ങൾ. നീ കൂട് ധൈര്യമായിട്ട്. നീ നമ്മളെ അങ്ങനെ അങ്ങോട്ട് പൂർണ്ണ മനസ്സോടെ തരാന്ന് തന്നെയല്ലേ? അപ്പൊ തന്നില്ലേ ഞാൻ തരുവല്ലയാ. നമ്മളല്ലേ പൈസ മേടിക്കുന്നത്. അപ്പൊ 25 രൂപ മേടിച്ചു തന്നു കഴിഞ്ഞാല് 5 രൂപ അൻസാറിനും 10 രൂപ ആയിരിക്കും. ബാക്കി 10 നടക്കുള്ളൂ. 10 രൂപ നീ സൂക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. ഞാൻ ചായ എടുക്കാം. അപ്പൊ ആദ്യം പോട്ടോ. അതിന് പാലിപ്പില്ലേ? നീ അവിടെ മൂടി വെച്ചോ. നീ അതെടുത്തോ. ഈ സ്റ്റവ് ഒന്ന് കത്തിച്ചേക്കെ. അങ്ങോട്ട് എടുത്തോ. ഇതല്ലേ? ഇതല്ലേ? ചായപ്പൊടിയും ഇതൊക്കെ അപ്രതീക്ഷിതമായി അവര് വന്നത്. അല്ല, അതാരാണ് ശരിക്കും? അയ്യോ, അതവരങ്ങനെ ഇരിക്കണത് വിചാരിക്കരുത്. ഭയങ്കര വലിയ ടീമല്ലേ? ആണോ? പിന്നെ തിരുവനന്തപുരത്ത് ക്ലീറ്റോന്റെ പാർട്ടിയിൽ ക്ലീറ്റോ കഴിഞ്ഞാൽ പിന്നെ ഇവർക്കാ സ്ഥാനം. അയ്യോ, അപ്പൊ ചായ മാത്രം കൊടുത്താൽ മതിയാ? അത് മതി, അത് കുഴപ്പമില്ല. പാലപ്പൊക്കെ ഇരിപ്പുണ്ട്. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഇപ്പൊ എന്താന്ന് വെച്ചാലേ ഇവരിപ്പോ ചായ കുടിക്കാനും ഇതിനൊന്നും വേണ്ടി വന്നതല്ല. അവിടെ എന്തോ പ്രധാനപ്പെട്ട സംഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ട സംഗതി വരുമ്പോ അവിടെ ക്ലീറ്റോ ഇല്ലാതെ പറ്റില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും അവരൊക്കെ ഇപ്പൊ നടരാജൻ എന്ന് പറഞ്ഞില്ലേ, ഇച്ചിരി പൊക്കമുള്ള ക്ഷീണിച്ചിരിക്കുന്നത്, ആ പുള്ളിക്കാരനാണ് ക്ലീറ്റോ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥാനത്തുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ നോക്കും. പക്ഷെ ഇങ്ങനെ തീരുമാനം എടുക്കേണ്ടി വരുമ്പോഴത്തേനും പുള്ളിക്കാരന് ഒരു ടെൻഷനാ. ക്ലീറ്റോ ഇല്ലാതെ പറ്റില്ല. ഞാൻ നോക്കി ചായ എടുത്തോണ്ടിരിക്കുവാ. മധുരം കുറച്ചിട്ടാ മതി. നടത്താതിന് ഷുഗർ ഉണ്ട്. ചെറിയ മധുരം മതി. അൻസാറിന് പിന്നെ മധുരം വേണ്ട, വിത്തോട്ടാ. വേറെ എന്തെങ്കിലും വേണോടാ? വേറെ എന്തെങ്കിലും വേണോ? അതെ, ഇപ്പൊ ഒന്നും കൊടുക്കണ്ട. ഉച്ചക്ക് ഊണ് കൊടുക്കണം അവർക്ക്. അത് കാര്യമായിട്ട് കൊടുക്കണം നമുക്ക്. അതെ അതെ അതെ. ചായ ഒന്ന് നോക്കട്ടെ മാത്രമേ. ഒരു മിനിറ്റ്. എന്താ പറഞ്ഞത്? എന്താ നിങ്ങളിപ്പോ പറഞ്ഞതെന്ന്? ഉച്ചക്ക് ഊണ് കൊടുക്കണം അവർക്ക്. ആണോ? മര്യാദക്ക് ചായ കൊടുത്തിട്ട് പറഞ്ഞു കേട്ടോ തിരുവനന്തപുരത്തോട്ട്. അതെന്തും മര്യാദകളാണ്. എന്ത് മര്യാദ കേട്? എടി അവന്മാരും ഇത്രയും ദൂരത്ത് നിന്ന് വന്ന് എന്റെ അടുത്ത സുഹൃത്തുക്കൾ, അവർക്ക് പിന്നെ ഊണ് കൊടുക്കാതെ വിട്ടാ മോശമല്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. തിരുവനന്തപുരത്ത് കിടന്ന് കളിക്കുന്ന കളിയൊന്നും അല്ല ഇവിടെ. ഇവിടെ പോലീസുകാരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊലപാതകം ഉണ്ടാവും. പിന്നെ പോലീസുകാർ അറിഞ്ഞാൽ നീ കൊണ്ടുവന്ന് പറയാം. അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ വിടണുള്ളൂ. ഭക്ഷണം എടുത്ത് കൊടുക്കും. ഭക്ഷണം ഇവിടുന്ന് എടുത്ത് കൊടുക്കണം. ഇവിടെ ഇങ്ങനെ സാമ്പാറും ചമ്മന്തിയും കൂടെ കൊടുത്താൽ അത് കൊടുത്താൽ പോലെ ഇച്ചിരി ബീഫ് അത് ഇതൊക്കെ മേടിക്കണം. നിങ്ങൾ വിളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യം വരട്ടെ ക്ലീറ്റോ. ബഹളം വെക്കണ്ട. അതെ വരിക.
നീ അവളോട് പറഞ്ഞാൽ അവൾ അതെല്ലാം മേടിച്ചോളും. എവിടുന്ന് മേടിക്കും? അതൊക്കെ അവൾ മേടിച്ചോളും. ക്ലീറ്റോ, ഈ കാര്യത്തിൽ എന്നോട് പറയണ്ട, ഞാനിത് ചെയ്യൂല. നീ ഒരു കാര്യം മനസ്സിലാക്കാം, അവന്മാർ ഇവിടുത്തെ വീടും സെറ്റപ്പും ഒക്കെ കണ്ടിട്ട് നമ്മൾ ഭയങ്കര സംഭവം വിചാരിച്ചു. അവരോട് പറഞ്ഞാൽ മതി, ഞാൻ അത്ര സംഭവം അല്ലടാ, നിങ്ങളിപ്പോ പോ, പിന്നെ വരാൻ പറഞ്ഞാൽ മതി. ചുമ്മാ ഇരിക്കുക. അതെ, നീ പൈസയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അവക്ക് തിരിച്ചിപ്പോൾ കൊടുക്കാം, ഞങ്ങൾ വരുമ്പോൾ കൊടുക്കാം. അതെ, നടരാജന് ഇച്ചിരി കാശ് കിട്ടാണ്ട്, അത് മേടിക്കാനാണ് ഇവിടെ വന്നേക്കുന്നത്. അത് മേടിച്ചു കൊടുത്താൽ എനിക്കതിൽ നിന്ന് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാശ് വരാനുണ്ടെന്ന് പറയരുതെന്ന് നിങ്ങളോട് 10,000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലീറ്റോ ഇവിടെ വന്നതിന് ശേഷം എത്ര പ്രാവശ്യം അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു? ഒരു പ്രാവശ്യം 100 രൂപ നിങ്ങൾ തിരിച്ചു കൊടുക്കും. അതെല്ലാം കൂടെ ഇന്നിപ്പോ കൊടുക്കാം. വേണ്ട, കൊടുക്കണ്ട. ഞാൻ ചോദിക്കൂല. ക്ലീറ്റോ ചോദിച്ചോ. എന്നെ പിടിച്ച് സത്യം ചെയ്യരുത്. അതെ, 10,000 രൂപ എനിക്ക് തരാൻ അത് കിട്ടും. 10,000 രൂപ കിട്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ചോദിച്ചോന്ന് എന്നെ വരിക. ഇവിടെ മറ്റേ പാർട്ടിയുടെ എന്തോ. അതെ, ഞാനും കൂടെ ഇപ്പോ അത്യാവശ്യമായിട്ട് ഞാനൊന്ന് പുറത്തോട്ട് പോവും. ഞങ്ങൾ പോയിട്ട് വരാം. ക്ലാരേ, അവർക്ക് ഊണിന് വേണ്ട എന്താന്ന് വെച്ചാ നീ ഒന്ന് ചെയ്തോണേ. ഞാൻ ആക്കിയേക്കാടാ. വേണ്ട, വന്നിട്ട് കൊടുത്തോളാം. നീ അങ്ങോട്ട് ചെയ്താ ചായ കുടിക്കും. പിന്നെ പറ, എന്തൊക്കെയാ ശേഷം? വീട്ടിലെന്താ ശേഷം? എല്ലാരും സുഖമായിട്ട് പോകുന്നു. വൈഫൊക്കെയോ? ആണോ? എന്റെ ദൈവമേ, ഇവിടെ നിങ്ങളെ പറ്റി പറയാത്ത ദിവസമില്ല. ക്ലീറ്റോന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിലുള്ള ആകെ വിഷമം നിങ്ങളെ കാണാൻ പറ്റണില്ല എന്നുള്ളതാ. ഞങ്ങളും ആകെ വിഷമത്തില്ല, ക്ലീറ്റോ ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ. ഞങ്ങള് മിക്കവാറും അടുത്ത ആഴ്ച അങ്ങോട്ട് വരും. വരുന്നുണ്ടാങ്ങ? നമുക്ക് ഇവിടെ നിന്ന് പറ്റില്ല, നമുക്ക് അവിടെ തിരുവനന്തപുരം പറ്റുള്ളൂ. പിന്നെ പാർട്ടിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഞാൻ ക്ലീറ്റോ വരുമ്പോഴത്തേനും ഇങ്ങോട്ട് മാറി കൊടുത്തേക്കണം. നിങ്ങളിപ്പോ നേതാവെന്ന് പറഞ്ഞു കേട്ടു. അപ്പോഴേക്ക് ഞാനിന്ന് പ്രധാനമന്ത്രിയാവുമല്ലോ. നീ എന്ത് പറഞ്ഞ? എന്താവുന്നു? അയ്യോ, ഇവിടെ മുഖ്യമന്ത്രിയേ ഉള്ളൂ, പാലായില് പ്രധാനമന്ത്രി ഇല്ല. ഇവിടെ നിന്നാന്ന് പറഞ്ഞോളെ, ഭയങ്കര കുഴപ്പമാവും. എന്താ റെഡിയായോ പോവാൻ? പിന്നെ എന്നാ പോയിട്ട് വാ, ചായ കുടിക്ക്. അതെ, പോയിട്ട് ആ വഴി അങ്ങ് പോയേക്കരുത്, ഇങ്ങോട്ട് വരണം. സത്യം പറഞ്ഞാൽ ഒരു ലഡു അവസാനം എഴുതി ഇപ്പൊ തീർന്നേ ഉള്ളൂ. ഈ പിള്ളേരൊരു സാധനം വെച്ചേക്കൂല, എല്ലായിടത്തും തിന്നളയും. അല്ല, വരുമ്പോ 2 ലഡു ഒക്കെ മേടിച്ചോണ്ട് വരല്ലേ ഒരു വീട്ടിലോട്ട് വരുമ്പോ? അതല്ലേ മേടിച്ചിട്ട് വന്നത്. അല്ല, അതില് ലഡു ഒന്നുമില്ല, അത് കുറച്ച് ഫ്രൂട്ട്സാ. കേട്ടോ, പറഞ്ഞു കേട്ടല്ലോ. കഴിച്ചിട്ടേ ഞാൻ ഇറങ്ങൂടുന്നു. അവര് ഊണും കഴിച്ച് വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ച് ഇന്ന് വൈകിട്ട് ഇവിടെ തങ്ങിയിട്ട് നാളെ അവര് പോകണുള്ളൂ. പ്രശ്നമുണ്ടോ? നല്ല ബീഫ് വേണം കേട്ടാ. പിന്നെ അതൊക്കെ റെഡിയാക്കിയേക്കാം. പോർക്ക് നമുക്ക് ആറാമാ. ശരി, എന്നാ ബാക്കി ഒന്നും ആറാമല്ല, പോർക്ക് മാത്രമേ ആറാമുള്ളൂ. ഇതൊരു പ്രശ്നം. ഇങ്ങോട്ട് എണീറ്റ് വാ, അവിടെ വേവ് ചായ പോളെ. പിന്നെന്താണ് ഇറങ്ങിയാ? സവാളരിയാ? അത് ചായ കൊടുത്താ? അവിടുത്തെ ഇപ്പൊ ഇറങ്ങും. ചീഞ്ഞതാണല്ലേ സവാള? അതന്നെ, പകുതി ഒഴിച്ചിരി കിട്ടും, അരിഞ്ഞ് നന്നാക്കി വരും. ഞാൻ ചെയ്തോളാം. അയ്യോ, പൈസ മേടിക്കാൻ മറന്നുപോയി ക്ലീറ്റോന്റെ അടുത്തുനിന്ന്. ഇറച്ചി മീനൊക്കെ എങ്ങനെ മേടിക്കും? കടം മേടിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ അടുത്ത് ഇറച്ചിക്കട ഉണ്ടോ? ഇറച്ചിക്കടക്കിന് താഴെ അന്തോണിയുടെ കടയുണ്ട്, കടന്നു മേടിക്കാൻ. അപ്പൊ നമുക്ക്, എനിക്ക് പരിചയമില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഞാൻ കടവും പറയാൻ പറ്റില്ല. അതാ എനിക്ക് കടം പറഞ്ഞ് മേടിക്കുന്ന എങ്ങനെ ഇറച്ചിയൊക്കെ മേടിക്കാൻ പറ്റും? മോശമല്ലേ? മാർക്കറ്റ് ഉണ്ടോ? ഫിഷ് മാർക്കറ്റ് ഉണ്ടോ ഇവിടെ? എല്ലാം ഉണ്ട്, ഇവിടെ അടുത്തെല്ലാം ഉണ്ട്. എന്താ ചെയ്യണ, ഞാന് പോയോന്നൊന്ന് നോക്കട്ടെ. നോക്കിയേച്ചുമ്പാ പോയി വരുമ്പോ എന്നെ കൊല്ലും ക്ലീറ്റോ. അവര് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരാണേ. എന്ത് ചെയ്യാ? നാത്തൂന്റെ അടുത്ത് എന്തെങ്കിലും ഇരിപ്പുണ്ട്, ഒരു 10,500 മതി. അല്ല, ഇത് വൈകുന്നേരം ക്ലീറ്റോ പൈസ കയ്യിലിരിപ്പുണ്ട്, ക്ലീറ്റോന്റെ കയ്യിലിരിപ്പുണ്ട്. പക്ഷെ വരുമ്പോഴേ കിട്ടുള്ളൂ, ഇറങ്ങിപ്പോയല്ലോ. പൈസ ഇരിപ്പുണ്ട്, പക്ഷെ നാത്തൂനെ അറിയാലോ, അത് ഇച്ചായം വെച്ചാണ് പൈസ.
ഞാൻ തന്നു. അല്ല വരുമ്പോഴത്തേനും ഞാൻ മേടിച്ചു തരും. ഇച്ചായ മഞ്ഞേനും അതിനുമ്പോ തരും. ക്ലീറ്റ് ഇപ്പൊ 1 മണിക്കൂറിനുള്ളിൽ വരും. കണ്ണരിയുന്നുണ്ട്, ഞാൻ അരിയാം. അല്ല അത് സാരല്ല. അല്ല ഞാൻ അരിയാം, കുഴപ്പമില്ല. ഞാൻ അരിഞ്ഞോളാ. അല്ല ഇത് എന്താന്ന് വെച്ചാലേ നമുക്ക് അവര് പാർട്ടിയുടെ വലിയ ആൾക്കാരായതുകൊണ്ട് നമ്മൾ അവരോട് മോഷിന് വരുമ്പോ നമ്മൾ അവരെ അറിയാലോ. അതെ. പക്ഷെ ഇതിപ്പോ ഞാനങ്ങ് മറന്നുപോയി. ഞാൻ എത്ര നേരം ഓർത്തിരുന്നതാ. വരുമ്പോ തന്നെ ഞാൻ എടുത്തുതരാം. എന്നാ ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് എന്റെ പൈസയല്ലേ ഇച്ചായം വെച്ചേനടി. അല്ല ഇച്ചാന്റെ സ്വഭാവം എനിക്കറിയാലോ. നാത്തൂനെ വഴക്കേൽപ്പിക്കാൻ ഞാൻ നിക്കോ? എനിക്ക് ആകെ തരുമോ അവൻ? തരും എന്നോട്. ക്ലീറ്റോന്റെ പൈസ ഇരിപ്പുണ്ട്. എന്നാലും എനിക്ക് പേടിയാണ് നാത്തൂൻ. ഒന്നുമില്ല, ഞാൻ എന്തായാലും തരാം. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ നാത്തൂന്, അല്ലെങ്കിൽ എനിക്ക് 2 ചീത്ത പറയാലോ. എന്നാലും എത്ര ആശ ആവും? 1500 രൂപ മതി. എത്രയോ? എന്തിനാണ് നാത്തൂന് എന്നെ അല്ലെങ്കിൽ ക്ലീറ്റോ കൊല്ലും എന്നെ ഓർമ്മിപ്പിക്കണോന്ന് പറഞ്ഞതോ 15 രൂപ. ഞാനപ്പോഴത്തേക്ക് ഇത് അരിഞ്ഞു നോക്കാം. ഇല്ലെന്ന് ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? പറയണോട്ടോ. അതെ, ഞാനിപ്പോ ഫോൺ ചെയ്ത് പറയാം. ഞാനിങ്ങനെ നാത്തൂനെ മേടിച്ചു. നീറ്റാണ് ഡീസന്റ് സംസാരം. പറയേണ്ടതൊക്കെ ഞങ്ങൾ ഈ പൈസ വാങ്ങിക്കാൻ വേണ്ടി നടരാജനെ പറഞ്ഞവൻ അവിടെ ഇല്ല. പിന്നെ അവിടെ നിന്ന് നേരെ വരണങ്ങാനം പോയി, അവിടെ നിന്ന് പിന്നെ കുറെ ചുറ്റിക്കറങ്ങി കിടങ്ങൂര് വന്ന് അവിടെ നിന്ന് അങ്ങനെ വന്ന് പൈസ കിട്ടി വന്നപ്പോ തന്നെ ഒരുപാട് വൈകില്ലടാ. കാല് നിലത്തിറക്കണല്ലോ, കാല് കിടന്ന് വട്ടം കിടന്ന് കുഴയുണ്ടല്ലോ. ഒന്നുമില്ല, എനക്ക് തോന്നണേ ഈ നമ്മുടെ തോമസ് അച്ചായനെ കണ്ട് ലണ്ടനിലെ അച്ചായൻ പിന്നെ കണ്ട പിന്നെ വിടൂല, ഒരേ പിടി. അച്ചായനെ കുറെ നാളായല്ലോ കണ്ടിട്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തില് നിറയെ നീ ആദ്യം എനിക്ക് തരാന്ന് പറഞ്ഞ പൈസ എടുക്ക്, എന്റെ ഭാര്യനെയും പെങ്ങളെ ഞാൻ സന്തോഷിപ്പിക്കട്ടെ. ചുമ്മാ നീ പൈസ എടുക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, അത് ഞാൻ എന്റെ ഭാര്യനെയും പെങ്ങളെയും സന്തോഷിപ്പിച്ചിട്ടുള്ള പൈസ മതി. പോയിക്കൊയ്യല്ലോ, ഇവിടെ പോയി നോക്കി 4 കാല് വരാനാണ് അറിയുള്ളൂ. അതെ, തോമസ് അച്ചായ ഒരു രീതിയിലും വിടണില്ല. പൈസ ഉണ്ടല്ലോ കയ്യില്. പൈസ അതിനകത്ത് കിടന്നൊക്കെ അല്ലേ വന്നേ. അതിനകത്ത് നോക്ക, നേരെ നോക്കണേ. അവിടെ നോക്കാൻ സാറേ, അവിടെ സീറ്റിലെ തറയിൽ നോക്കിയേ. നോക്കണാന്ന് അറിയാം. നേരെ പാറിൽ വെച്ച് നീ അല്ലേ പൈസ കൊടുത്തേ? ഉണ്ടായിരുന്നല്ലോ അപ്പൊ പൈസ കയ്യില്. ഇടാ നോക്കാൻ സാറേ. നീ എവിടെ കൊണ്ട് കളഞ്ഞു? രൂപ 1-2 അല്ല 10-20 രൂപ ഉള്ളല്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ പൊട്ടന്റെ പൈസ കൊടുക്കരുത്. എന്താ നീ അത് പാറിൽ വെച്ച് ബില്ല് കൊടുത്ത പൈസ ഉണ്ടായിരുന്നു കയ്യില്. അതെ, ഞാൻ ബില്ല് എടുത്ത് ഞാൻ കണ്ടു. വിളിച്ചു നോക്കളിയാ. നമസ്കാരം സാർ, സന്ധ്യബാർ. ഞാനേ ഇപ്പോ AC-ക്കകത്ത് ഒരു അരമണിക്കൂർ മുമ്പ് വന്നിരുന്ന് ഞങ്ങള് കഴിച്ച്. തോമസ് അച്ചായല്ലേ നമ്മുടെ ലണ്ടനിൽ അച്ചായൻ്റെ കൂടെ ഇരുന്ന് ആ ടേബിളിലെ ഞങ്ങളെ ഒരു പേഴ്സ് അവിടെ മിസ്സായിപ്പോയി. അവിടെ എങ്ങാനും കിട്ടിയിട്ടുണ്ടോ? അതെ, കിട്ടിയോ? പൈസ അല്ലേ? 23,000. ഒരു പൈസ ഇല്ലേ? അവിടെ പോയി. പൈസ മാത്രമേ ഉള്ളൂ. അത് പേഴ്സ് കിട്ടിയോ കൊണ്ടുപോയി. ഓ ശരി ശരി, സോറി. കഷ്ടം നിന്റെ
എന്റെ അടുത്ത് അന്നേരം പറഞ്ഞു പൈസ എന്റെ കയ്ത്താന്ന് ഞാൻ സൂക്ഷിച്ചു വെക്കുള്ളായിരുന്നു പോട്ട കൊണ്ട് കളഞ്ഞിരിക്കുന്ന 23,000 രൂപ. നീ എവിടെ പോയി ഉണ്ടാക്കി 23,000 രൂപ? ഈ വണ്ടിക്ക് ഇനി ആര് പൈസ കൊടുക്കും? നിങ്ങൾ പേഴ്സ് എടുക്കുക എന്താ വെച്ചാൽ പോയി നോക്ക്. എനിക്ക് എൻ്റെ പൈസ കിട്ടണം. 5,500 രൂപയാണ്. റൗണ്ട് ചെയ്ത് 5,000 രൂപയ്ക്ക് തരണം. ഒന്നുമില്ലല്ലേ? ഇത് പൈസ ഉണ്ടോ വണ്ടി കൊടുക്കാൻ? അതെ അനിയ, ഞാൻ അടുത്ത ആഴ്ച തിരുവനന്തപുരത്തോട്ട് വരുമ്പോൾ പിന്നെ എൻ്റെ റബ്ബറിൻ്റെ ഇച്ചിരി പൈസ കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. അപ്പോഴേക്കും നമുക്ക് നേരിട്ട് കണ്ടാൽ ഞാൻ ആ പൈസ സെറ്റിൽ ചെയ്യാം. ചേട്ടാ ഉടായ്പ ഒന്നും കാണിക്കില്ല, ഒന്നും പറയണ്ട. ഉടായ്പ കാണാം. എനിക്ക് എൻ്റെ പൈസ തരണം. എനിക്ക് ഇത്രയും ദൂരം പോകാനുള്ളതാണ്. ഞാൻ വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയാണ്. ഈ പൈസ തരാതെ ഞാൻ പോകത്തില്ല. ഉടായ്പാണെങ്കിൽ പൈസ എടുക്കും. അടുത്ത ആഴ്ച അവൻ വരുമ്പോ തരും. പറ്റില്ല ചേട്ടാ, ഈ ഡീസൽ അടിക്കുന്ന ചേട്ടൻ വീട്ടിൽ കൊണ്ട് തരുമോ പൈസ? ചേട്ടാ Alien versus Alien.